ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ശനീശ്വരനെ കുറിച്ചാണ്. സൂര്യദേവന്റെയും രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെയും പുത്രനാണ് ശനീശ്വരൻ അഥവാ ശനിദേവൻ. ശനിയാഴ്ചയാണ് പ്രധാന ദിവസം. നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകനും ആയിട്ട് ജ്യോതിഷ വിശ്വാസികൾ കരുതുന്നു. കറുപ്പ്, നീല എന്നിവയാണ് ശനീശ്വരന്റെ ഇഷ്ടനിറം. നീല ശംഖുപുഷ്പം ഇഷ്ട കുസുമമാണ്. പാശ്ചാത്യ ജ്യോതിഷത്തിലും ഭാരതീയ ജ്യോതിഷത്തിലും ഒരുപോലെ ശനിയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. ശനിദോഷ ദുരിതങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി മഹാദേവൻ, ഗണപതി, ശാസ്താവ്, ഹനുമാൻ, ഭദ്രകാളി, വിഷ്ണുമായ സ്വാമി എന്നിവരെ ശനിയാഴ്ചകളിൽ ആരാധിക്കുന്നത് നല്ലതാണെന്ന് വിശ്വാസം. ജ്യോതിഷ വിശ്വാസ പ്രകാരം നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഈശ്വര സ്ഥാനമുള്ളയാളാണ് ശനി. അതിനാൽ ശനീശ്വരൻ എന്നറിയപ്പെടുന്നു. തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷയും സത്കർമ്മം ചെയ്യുന്നവർക്ക് പുരസ്കാരവും ശനി അവരുടെ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ നൽകുന്നു. കാക്കയാണ് വാഹനം. ശനി അനുകൂലമായി വന്നാൽ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കും. പാണ്ഡവർക്കും നളനും രാജ്യം മുമ്പത്തേക്കാളും സമൃദ്ധിയോടെ തിരിച്ചു ലഭിച്ചത് ശനീശ്വരന്റെ അനുഗ്രഹത്താൽ തന്നെയാണ്. ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ശിക്ഷ ശനിദോഷകാലത്ത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് വിശ്വാസം. ശനീശ്വരൻ ശിവഭക്തനാണ്. നവഗ്രഹങ്ങളിൽ ആയുസ്സിന്റെ കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്നത് ശനിയാണ്. മരണം, അപകടം, രോഗം, അപമാനം, കലഹം, കടം, സാമ്പത്തിക തകർച്ച, ജോലി നഷ്ടപ്പെടുക, മാനസിക പ്രശ്നങ്ങൾ, ബന്ധുവിയോഗം എന്നിവ ശനിദോഷ കാലയളവിൽ ഉണ്ടാകാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാപഗ്രഹമായ ശനി കറുത്ത മെലിഞ്ഞ നീണ്ട ശരീരവും വലിയ പല്ലും കഠിന സ്വഭാവവും പിങ്കള വർണ്ണവുമുള്ള കുഴിഞ്ഞ കണ്ണുകളും ഒക്കെയുള്ള ഭീകരരൂപിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. പുരാണങ്ങൾ പ്രകാരം ശനി സത്യത്തിനും ശ്രദ്ധയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന സൂര്യപുത്രനാണ്. പിതാവായ സൂര്യദേവനോട് ശനീശ്വരന് പക പുലർത്തുന്നതായാണ് വിശ്വാസം. കാരണം യമധർമ്മൻ ഛായാദേവിയോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത് കണ്ടിട്ടും സൂര്യദേവൻ മൗനം അവലംബിച്ചിരുന്നു. അമ്മയ്ക്കു വേണ്ടി ദേവേന്ദ്രനോട് പോലും പോരാടുകയും ഏതു പരിതസ്ഥിതിയിലും അമ്മയ്ക്ക് ഒപ്പം നിലകൊള്ളുകയും സർവ്വദേവന്മാരെയും അസുരന്മാരെയും ത്രിമൂർത്തിമാരെ വരെ വെല്ലുവിളിക്കാനും പോന്നവനാണ് ശനീശ്വരൻ. അതിനാലാണ് ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും ഭിന്നിച്ചു നിൽക്കുവാൻ ഇടവന്നത് എന്ന് അനുമാനിക്കുന്നു. ശനി മൂലമുള്ള ദുരിതങ്ങൾ തീർക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസന്തതികൾക്കും മാത്രമാണുള്ളത്. അതിനാൽ ശനി മൂലമുള്ള ദുരിതങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി ഗണപതി, ധർമ്മശാസ്താവ്, ഹനുമാൻ, ഭദ്രകാളി, മഹാദേവൻ അഥവാ ഭൈരവൻ, വിഷ്ണുമായ എന്നിവരെ ശനിയാഴ്ചകളിൽ ആരാധിക്കാറുണ്ട്. ഗണേശ ഭക്തരെ ശനി ബാധിക്കില്ലെന്നാണ് വിശ്വാസം. തന്നെ ബാധിക്കാൻ ശ്രമിച്ച ശനിയെ നാളെ ആകട്ടെ എന്നും പറഞ്ഞ് ഗണപതി ബുദ്ധിപൂർവ്വം അകറ്റിയതായി കഥയുണ്ട്. അതിനാൽ ശനിയാഴ്ച നടക്കുന്ന ഗണപതി ദർശനം ശനിദോഷ ഹരമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശനിയുടെ ഈശ്വരനായി ധർമ്മശാസ്താവ് അഥവാ അയ്യപ്പനെ സങ്കല്പിച്ചു വരുന്നു. അതിനാൽ ശാസ്താ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച വിശേഷ ദിവസമാണ്. തന്നെ ബാധിക്കാൻ ശ്രമിച്ച ശനിയുടെ അഹങ്കാരത്തെ ഭക്ത ഹനുമാൻ ശമിപ്പിച്ചതായും ഒരിക്കൽ രാവണനാൽ ബന്ധിക്കപ്പെട്ട ശനിയെ ഹനുമാൻ മോചിപ്പിച്ചതായും രാമായണം പറയുന്നു. അതിനാൽ ഹനുമാൻ ഭക്തരെ ശനിദോഷ ദുരിതങ്ങൾ ബാധിക്കില്ലെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇക്കാരണത്താലാണ് ആഞ്ജനേയ ക്ഷേത്രത്തിൽ ശനിയാഴ്ച വിശേഷമായി കണക്കാക്കുന്നത്. ശിവശക്തിമാരുടെ പുത്രനായ വിഷ്ണുമായ സ്വാമി ശനിദോഷങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാനാണ് എന്നും വിശ്വാസമുണ്ട്. അതിനാൽ വിഷ്ണുമായയെ ശനിയാഴ്ചകളിൽ ആരാധിക്കുന്നത് വിശേഷമാണ്. പരാശക്തി ഉപാസകർ ശനിയുടെ അധിപയായി ശ്രീ ഭദ്രകാളിയെ സങ്കല്പിക്കാറുണ്ട്. ദശമഹാവിദ്യകളിൽ ശനിയുടെ നിയന്ത്രണ ദൈവം കാളിയാണ്. ഒരിക്കൽ തന്റെ ഭക്തരെ ദ്രോഹിച്ച ശനിയെ വധിക്കാൻ ഭദ്രകാളി പുറപ്പെട്ടതായും ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് കാളിയെ അനുനയിപ്പിച്ചതായും ഐതിഹ്യമുണ്ട്. അതിനാൽ ശനിയാഴ്ച നടത്തുന്ന ഭഗവതി പ്രാർത്ഥന ശനിദോഷ ദുരിതങ്ങളിൽ ആശ്വാസമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശനിയുടെ മറ്റൊരു ഈശ്വരനായ കാലഭൈരവൻ കടുത്ത ശനിദോഷങ്ങളെ നിയന്ത്രിക്കുന്ന പ്രചണ്ഡമായ ശിവരൂപമാണ്. കാശിയിലെ കാലഭൈരവ ദർശനം അതിവിശേഷമാണ്. നക്ഷത്രങ്ങളിൽ പൂയം, അനിഴം, ഉത്രട്ടാതി എന്നിവയും പൂക്കളിൽ കരിങ്കൂവളവും രത്നങ്ങളിൽ നീലവൈഡൂര്യവും നവഗ്രഹങ്ങളിൽ എള്ളും തൈലങ്ങളിൽ നവഗ്രഹ തൈലവും ശനീശ്വരൻ ഇഷ്ടപ്പെടുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനെ പ്രത്യേകമായി പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ നല്ലതാണ്.
ശനിഗ്രഹ ദോഷം അനുഭവിക്കുന്നവർ ശനിദോഷ പരിഹാര മന്ത്രം ചൊല്ലുന്നതും എള്ളുതിരി കത്തിക്കുന്നതും എള്ളു പായസം സമർപ്പിക്കുന്നതും ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം വളരെ നല്ലതാണ് എന്നാണ് വിശ്വാസം. ശനി ഭഗവാന്റെ പ്രധാന ക്ഷേത്രങ്ങൾ മഹാരാഷ്ട്രയിലെ ശനി ശിംഗനാപൂർണ ക്ഷേത്രം, ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ശനീശ്വര ക്ഷേത്രമാണ്. തമിഴ്നാട്ടിൽ കാരയ്ക്കലിനടുത്ത് തിരുനള്ളാർ ക്ഷേത്രവും വളരെ പ്രശസ്തമാണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ നൂറണിയിലും ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടം ശനീശ്വരൻ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളുണ്ട്. കൂടാതെ നവഗ്രഹ ക്ഷേത്രങ്ങളിലും ശനിക്ക് പ്രതിഷ്ഠയുണ്ട്. ശനിദോഷ നിവാരണത്തിന് വേണ്ടിയിട്ട് ജ്യോതിഷ വിശ്വാസപ്രകാരം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണവും ദുഃഖം നിറഞ്ഞതും ആപൽക്കരവുമായ സമയമാണ് ശനിദോഷ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഒരു മനുഷ്യായുസിന്റെ പകുതിയിലധികം പാപഗ്രഹമായ ശനിയുടെ പിടിയിലാണ്. ശനി അനിഷ്ട സ്ഥാനത്താണെങ്കിൽ സർവകാര്യ പരാജയവും കടവും നാശവുമാണ് ഫലം. ഏഴര ശനി, കണ്ട ശനി, ശനിദശ, മറ്റ് ദശാസന്ധികളിലെ അപഹാരം തുടങ്ങിയ കാലയളവിൽ ദോഷങ്ങൾക്കിടവരുന്നു. അപമാനം, അപകടം, രോഗം, സാമ്പത്തിക തകർച്ച, തൊഴിൽ നഷ്ടം, ഭയം, ദാരിദ്ര്യം, കലഹം, അകാല മരണം, ബന്ധുജന വിയോഗം എന്നിവ ഇതിന്റെ ഫലമായി ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുജ്ജന്മത്തിലെ ജീവിതത്തെ ആശ്രയിച്ചായിരിക്കും ശനി ദശയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്നാണ് പറയാറുള്ളത്. നല്ല പ്രവൃത്തികളും ഭഗവത് ഭജനവും ചെയ്യുക വഴി മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അനുകൂലമോ ദൃഷ്ടിയോ പോലുള്ള ദൈവാധീനം ഉണ്ടാവുകയോ ചെയ്താൽ ശനിദശയുടെ കാഠിന്യം കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. പൊതുവെ എല്ലാവർക്കും ഭയമുള്ള ദശയാണ് ശനി. ശനിയിൽ ജന്മത്തിന് ശനി അതികഠിനം തന്നെയാണ്. ശനിയിൽ നിന്നും രക്ഷ നൽകാൻ ശിവനും ശിവസന്തതികൾക്കും മാത്രമാണ് സാധിക്കുക എന്നാണ് ജ്യോതിഷ വിശ്വാസം. അതിനാൽ ഈ ദുരിതത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ശബരിമല ദർശനം വിശേഷമാണെന്ന് ജ്യോതിഷികൾ ഉപദേശിക്കാറുണ്ട്. അതികഠിനമായ ശനിയെ ഇല്ലാതാക്കുവാൻ വൃദ്ധജനങ്ങളെ സഹായിക്കൽ, പ്രായമായ മാതാപിതാക്കളെ സേവിക്കൽ, ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം, ഹനുമാന് വെറ്റിലമാല, ശനിയാഴ്ച ഭദ്രകാളി ഭജനം എന്നിവ വിശേഷമാണ്. ശനിയാഴ്ച ദിനത്തിൽ ഉപവാസം അനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തി വൃദ്ധന്മാർക്കും കാക്കയ്ക്കും ഭക്ഷണവും നൽകി 12 ആഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ ശനിദോഷത്തിന് കുറവുണ്ടാവും. കലിയുഗ വരദനാണ് ശ്രീ ധർമ്മശാസ്താവ്. ജ്യോതിഷപ്രകാരം ശനിയുടെ അധിപനാണ് ശാസ്താവ്. ശാസ്ത ഹനുമത് ക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസവും ശനിയാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ശിവഭഗവാൻ, ശാസ്താവ്, ഗണപതി, ഭദ്രകാളി, ഹനുമാൻ, കാലഭൈരവൻ എന്നിവരെ പൂജിച്ച് ആരാധിച്ച് തൃപ്തിപ്പെടുത്തിയാൽ ശനിദോഷം എല്ലാം അകലുകയും സൗഖ്യം വന്നു ചേരുകയും ചെയ്യും. കരിക്കഭിഷേകം ദുരിതശാന്തിക്ക്, ആരോഗ്യവർദ്ധനവിനും ഉത്തമമാണ്. വ്രതദിനങ്ങളിൽ നെയ്യഭിഷേകം നടത്തിയാൽ പാപശാന്തിക്ക് ഉത്തമമാണ്. ഭസ്മാഭിഷേകം ചെയ്യുന്നത് വിദ്യാവിജയത്തിനും വിഘ്ന നിവാരണത്തിനും ത്വക്ക് രോഗശാന്തിക്കും നന്ന്. എള്ളുപായസം അയ്യപ്പസ്വാമിയുടെ ഉത്തമ നിവേദ്യമാണ്. അഭീഷ്ടസിദ്ധി, പാപശാന്തി എന്നിവയ്ക്കെല്ലാം അത് ഉത്തമം തന്നെയാണ്. എള്ളുതിരി കത്തിക്കലും നീല ശംഖുപുഷ്പ അർച്ചനയും ശനിയാഴ്ച ശനി ദോഷ നിവാരണത്തിന് വിശേഷമാണ്. ഗ്രഹനിലയിൽ ശനി അനിഷ്ട സ്ഥാനങ്ങളിൽ ഉള്ളവരും കണ്ടകശനി, ഏഴര ശനി മുതലായ ചാരവശാലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്കും ശനിദോഷ ശാന്തി പൂജ നടത്തുന്നത് കൂടുതൽ പ്രയോജനം ചെയ്യും. ശനിയാഴ്ചകളിലോ പക്ക പിറന്നാൾ തോറുമായോ ആണ് ശനീശ്വര ശാന്തി പൂജ നടത്തേണ്ടത്. ശാസ്താവിന് നീരാഞ്ജനവും എള്ളു പായസവും അതുപോലെ ശനി ഭഗവാന് ശനീശ്വര പൂജയുമാണ് ഇത്തരക്കാർ നടത്തേണ്ടത്. ശനീശ്വര മന്ത്രം ജപിക്കുന്നതും ശനിയാഴ്ച വ്രതം നിൽക്കുന്നതും ഉത്തമമാണ്. പരമശിവൻ കാളക്കൂടം ഭക്ഷിച്ചത് ഒരു ശനിയാഴ്ചയാണ്. അദ്ദേഹം ആനന്ദദാത്സവമാടിയ ത്രയോദശിയും ചേർന്ന് വരുന്ന പുണ്യദിനമാണ് മഹാപ്രദോഷം. ശനിയാഴ്ചകളിൽ വരുന്ന മഹാപ്രദോഷ ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വണങ്ങിയാൽ സർവ്വ ആപത്തുകളും അകലുമെന്നാണ് വിശ്വാസം. തുടർച്ചയായി രണ്ട് ശനി പ്രദോഷങ്ങൾ അനുഷ്ഠിച്ചാൽ അർദ്ധനാരീശ്വര പ്രദോഷം എന്ന് പറയുന്നു. ഈശ്വരനും ഭഗവതിയും ചേർന്ന് അർദ്ധനാരീശ്വരരായിട്ടുള്ളതിനാൽ വേർപിരിഞ്ഞ ദമ്പതികൾ ഇണങ്ങി ചേരുമെന്നും വിവാഹ തടസ്സങ്ങൾ നീങ്ങുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. ഇത്രയുമാണ് ശനിഭവനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. താങ്ക്